ലോകം ഉറ്റുനോക്കുന്ന പശ്ചിമേഷ്യ വീണ്ടും പുകയുകയാണ്. ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമാധാനത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമ്പോൾ മറുവശത്ത് ഹോർമൂസിന്റെ ആകാശത്ത് വെടിയുണ്ടകൾ പായുകയാണ്. വെടിനിർത്തൽ കരാറുകൾ കാറ്റിൽ പറത്തി സിവിലിയൻ മേഖലകളിൽ അമേരിക്ക ആക്രമണം നടത്തിയെന്ന ഞെട്ടിക്കുന്ന ആരോപണവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. വെറും വാക്കുകൾക്കപ്പുറം ഹോർമൂസിൽ ശരിക്കും സംഭവിക്കുന്നത് എന്താണ്? ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ്? സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന ട്രംപിന്റെ അവകാശവാദം വെറും പുകമറയാണോ? ഇറാൻ അങ്ങനെയേ വിശ്വസിക്കുന്നുള്ളൂ. ഒരു മാസം നീണ്ടുനിന്ന താൽക്കാലിക വെടിനിർത്തലിന് ശേഷം US സൈന്യം വീണ്ടും പ്രകോപനം സൃഷ്ടിച്ചിരിക്കുകയാണ്. ദക്ഷിണ ഇറാനിലെ വിവിധയിടങ്ങൾ US വ്യോമാക്രമണത്തിന് ഇരയായതായി ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇത് വെറുമൊരു സൈനിക നീക്കമല്ല, മറിച്ച് സാധാരണക്കാർ താമസിക്കുന്ന സിവിലിയൻ മേഖലകളെ ലക്ഷ്യം വെച്ചുള്ള നഗ്നമായ മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് ഇറാന്റെ വാദം. ഇറാനെ തകർത്തു എന്ന പ്രകോപനപരമായ പ്രസ്താവന നടത്തുമ്പോഴും മറുവശത്ത് ചർച്ചകൾ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. പ്രൊജക്ട് ഫ്രീഡം എന്ന ദൗത്യം നിർത്തിവെച്ചത് ചർച്ചകൾക്ക് വഴിയൊരുക്കി എന്നാണ് US വാദം. അമേരിക്ക മുന്നോട്ട് വെച്ച 14 ധാരണാപത്രം ഇറാൻ പരിശോധിച്ചു വരികയാണ്. ആണവ സമ്പുഷ്ടീകരണം നിർത്തിയാൽ ഉപരോധങ്ങളിൽ ഇളവ് നൽകാമെന്നാണ് വാഗ്ദാനം. എന്നാൽ ഒരു വശത്ത് ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് ആക്രമണം തുടരുന്നത് അമേരിക്കയുടെ ഇരട്ടത്താപ്പാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി തുറന്നടിക്കുന്നു. അദ്ദേഹം പാകിസ്ഥാൻ, ചൈന, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുമായി നിരന്തരം ചർച്ചയിലാണ് എന്നതും ശ്രദ്ധേയമാണ്. വരും ദിവസങ്ങൾ പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഈ ആഴ്ച തന്നെ ഇറാനും US നേരിട്ടുള്ള ചർച്ചകൾക്ക് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. ഇറാൻ പിടിച്ചെടുത്ത കപ്പലുകൾ മോചിപ്പിക്കപ്പെടുമെന്ന വാർത്തകൾക്കിടയിലും അന്തരീക്ഷത്തിൽ യുദ്ധത്തിന്റെ കറുത്ത പുക ഇപ്പോഴും തങ്ങി നിൽക്കുന്നു. സമാധാന ഉടമ്പടി ഒപ്പിടുമോ അതോ ഹോർമൂസ് വീണ്ടും ഒരു വൻ യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുമോ?